നഗരത്തിന്റെ എല്ലാ പ്രത്യേകതകളുമുള്ള ഒരു സ്ഥലത്ത് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന ഒരു ജീവിതമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എങ്കിൽ അങ്ങനെ ഒരു ചോയ്സുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ഒരു പ്രോജക്റ്റിൽ 3 ഫേസസ് ആണ് വരുന്നത്. അതുകൊണ്ട് വലിയൊരു കമ്മ്യൂണിറ്റിയാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. അതുപോലെ തന്നെ വേരിയസ് അമ്യൂണിറ്റീസും ഇൻഫ്രാസ്ട്രക്ചറും നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ്. അപ്പോൾ നമ്മൾ ഈ ഫ്ലാറ്റിനകത്തേക്ക് കയറുമ്പോൾ ഇതാണ് നമ്മളെ വെൽക്കം ചെയ്യുന്നതെന്ന് പറയുന്നത്. നമുക്കിവിടെ ഒരു മിറർ വരുന്നുണ്ട്. ആൻഡ് നമ്മൾ ഫ്ലാറ്റിനകത്തേക്ക് വരുമ്പോൾ ഒരു മിറർ വരുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ ലിവിങ് ഏരിയയുടെ മെയിൻ പാർട്ടായിട്ടുള്ള കൗച്ച് വരുന്നുണ്ട്. നമുക്ക് കൗച്ച് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു 5-6 പേർക്ക് ഇരിക്കാൻ പറ്റിയൊരു കൗച്ചാണ്. ദെൻ അതിൻ്റെ ഓപ്പോസിറ്റ് നമുക്കൊരു TV യൂണിറ്റ് വരുന്നുണ്ട്. ഒരുപാട് സാധനങ്ങൾ ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു TV യൂണിറ്റ് ആണ്. ആൻഡ് ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ഇവിടെ ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത് 6 പേർക്ക് ഒരേ സമയം ഇരുന്ന് ഡൈനിങ് ചെയ്യാൻ പറ്റിയ ഒരു അത്യാവശ്യം വലിയൊരു ഡൈനിങ് ഏരിയ ആണിത്. ദെൻ ഈ സൈഡിലോട്ട് നോക്കുമ്പോൾ നമുക്കിവിടെ ഒരു ഷെൽഫ് വരുന്നുണ്ട്. ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇപ്പോൾ പ്ലേറ്റ്സ് ആയാലും ഗ്ലാസസ് ആയാലും സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു ഷെൽഫാണ് വരുന്നത്. ദെൻ ഈ ഒരു ഡൈനിങ് ഏരിയയോട് ചേർന്നാണ് നമുക്ക് കിച്ചൺ വരുന്നത്. സോ ഇതാണ് നമ്മുടെ കിച്ചൺ എന്ന് പറയുന്നത്. വലിയൊരു കിച്ചൺ ആണ് വരുന്നത്. ഇവിടെയും നമുക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരുപാട് യൂണിറ്റ്സ് വരുന്നുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ബോഷിൻ്റെ ഒരു സ്റ്റൗ വരുന്നുണ്ട്, ചിമ്മിനി ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ വാഷിംഗ് ഏരിയ വരുന്നത്. ഇതാണ് നമ്മുടെ വാഷിംഗ് ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല വലിയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കണ്ണാടി വരുന്നുണ്ട്. ഇതിന് നേരെ ഓപ്പോസിറ്റ് നമുക്കൊരു റൂം വരുന്നുണ്ട്. വളരെ കോസി ആയിട്ടുള്ളൊരു ടൈനി റൂമാണ്. ഈ റൂം ഇപ്പോൾ നമുക്ക് വർക്ക് സ്പേസ് ആക്കണോ, അല്ലെങ്കിൽ സ്റ്റഡി ഏരിയ ആക്കണോ, അല്ലെങ്കിൽ ഒരു ലൈബ്രറി ആക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ ആദ്യത്തെ റൂം എന്ന് പറയുന്നത്. വളരെ വലിയൊരു റൂമാണ്. ഇവിടെ ഒരു ബെഡ് നമുക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ 2 സൈഡിലും നമുക്ക് 2 സൈഡ് ടേബിൾസ് വരുന്നുണ്ട്. അതാണ് നമ്മുടെ വാർഡ്രോബ്. ഏകദേശം ഒരു വോൾ ഫുള്ളായിട്ട് നമുക്ക് വാർഡ്രോബിന് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബുക്സ് വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഷോ പീസ് സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഷോക്കേസ് ചെയ്യാൻ പറ്റും. നമുക്ക് നാച്ചുറൽ ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു വിൻഡോ ഫുൾ ഗ്ലാസ് ആണ്. നമുക്കത് ഓപ്പൺ ചെയ്ത് ഇടാനായിട്ട് പറ്റും. നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം എന്ന് പറയുന്നത് ഒരു വാളിന്റെ പകുതിയോളം നമുക്ക് മിറർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്രയും സ്പേസ് നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. ആണ് നമ്മുടെ സെക്കൻഡ് റൂം എന്ന് പറയുന്നത്. ഈ റൂം എന്ന് പറയുന്നത് കാണുമ്പോൾ വളരെ വലുതാണ്, വളരെ വലിയൊരു റൂമാണ്. ഈ ഒരു സൈഡ് ഫുള്ള് നമുക്ക് വാർഡ്രോബ് ഉണ്ട്. അതിനോട് ചേർന്ന് നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട്. ആൻഡ് ദെൻ ഈ ബെഡിന് 2 ഭാഗത്തായിട്ടും 2 സൈഡ് ടേബിൾ ഉണ്ട്. നമുക്ക് 2 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ്സും അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്. ദെൻ ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെയും നമ്മൾ അപ്പുറത്തെ റൂമിൽ കണ്ട വ്യൂ നമുക്ക് ഇവിടെയും ഉണ്ട്. നമ്മുടെ തേർഡ് ബെഡ്റൂം എന്ന് പറയുന്നത് ഈ ഒരു സൈഡിൽ ഫുള്ള് വാർഡ്രോബ് ഉണ്ട്. ആൻഡ് വലിയൊരു ബെഡ് നമുക്ക് വരുന്നുണ്ട്. ബെഡിന്റെ 2 സൈഡിലും 2 സൈഡ് ടേബിൾസ് വരുന്നുണ്ട്. അതിൽ നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഈ ലൈറ്റിംഗ് നോക്കിക്കേ, എന്തൊരു രസമാണെന്ന് നോക്കിയേ. ബെഡിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് ഈ ഒരു ലൈറ്റിംഗ് വരുന്നുണ്ട്. ഒരു TV യൂണിറ്റ് വരുന്നുണ്ട്. ആ TV യൂണിറ്റിന്റെ ഭാഗത്ത് നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസസ് വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം നാച്ചുറൽ ലൈറ്റിംഗ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യുക.